ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാവും, അത് അതിൻ്റെയാണ്. അല്ലാതെ വീടിൻ്റെ ആണെന്ന് നമ്മൾ ഒറ്റയടിക്ക് ചിന്തിച്ചു പോകണ്ട. അത് ചുമ്മാ എന്നെ പോലെയുള്ള ആൾക്കാർ കുറച്ച് വർക്ക് കൂടുതലിടാൻ വേണ്ടി വാസ്തുവിൻ്റെ പ്രശ്നമെന്ന് പറയുന്നതാണ്. അത്രേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ബിപിൻ വലരിയിൽ 2 കൈക്കാരനാണ്. ഇന്ന് ഇവിടെ ഒരു കിണറിനും വീടിനും കൂടെ സ്ഥാനം കാണാൻ വന്നതാട്ടോ. ഇവിടെ ഓപ്പൺ വെല്ല് താഴ്ത്തിയാൽ കംപ്ലീറ്റ് പാറ ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഓപ്പൺ വെല്ല് വേണ്ടാന്ന് വെച്ചു. ഇതൊരു കാവാണ്. ഈ കാവ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വീട് തൊട്ടടുത്ത് പണിയുമ്പോൾ എന്തെല്ലാം രീതിയിൽ ശ്രദ്ധിക്കണം, ഏതെല്ലാം രീതിയിലാണ് നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വീട് പണിയണ്ടേന്നുള്ള രീതിയിലാണ് ഇവിടെ കിണറിനും വീടിനും സ്ഥാനം കണ്ടത് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കിണറിന് സ്ഥാനം കാണാനായിട്ട് ബോർവെല്ലാണ് നോക്കിയത്. ബോർവെല്ല് കിഴക്ക് വടക്ക് മൂലയിൽ തന്നെ കിണറിന് സ്ഥാനം വരുന്ന സ്ഥലത്ത് തന്നെ ബോർവെല്ല് കിട്ടി. പക്ഷേ ബോർവെല്ലിന് കൃത്യമായിട്ട് സ്ഥാനമല്ല നോക്കേണ്ടത്, ബോർവെല്ലിൻ്റെ ട്രാക്ക് ഏതിലാണോ അതാണ് നോക്കേണ്ടത്. അപ്പോൾ ആ ട്രാക്കിനകത്ത് തന്നെ ബോർവെൽ അടിച്ചാലാണ് വെള്ളം കിട്ടുക. അപ്പോൾ ബോർവെല്ലിൽ ഇവിടെ തന്നെ സ്ഥാനം കിട്ടി. ദൈവം അനുഗ്രഹിച്ച് അവർക്ക് കിഴക്ക് വടക്ക് മൂലയിൽ തന്നെ ബോർവെല്ലിന് സ്ഥാനം കാണുകയും ചെയ്തു. ഏകദേശം ഒരു 280-310 അടിയിലൊക്കെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു വീടിന് സ്ഥാനം കാണാം. അപ്പോൾ വീടിൻ്റെ പ്ലാനൊക്കെ എടുത്തു. വീടിൻ്റെ പ്ലാൻ ഞാൻ വിശദമായിട്ട് നോക്കി. ഇതിൻ്റെ കണക്കൊക്കെ ക്ലിയർ ആണോ, അല്ലെങ്കിൽ വാസ്തു പ്രകാരം മാസ്റ്റർ ബെഡ്റൂം, കിച്ചൺ, അതുപോലെ ബാത്റൂമുകൾ വരുന്നത്, പ്രയർ വരുന്നത്, അങ്ങനെ എല്ലാം ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് ഇത്തിരി പഴയ പ്ലാനാണ്. കാരണം ഇവർ ഇതിനു മുമ്പ് പെർമിറ്റ് എടുത്ത് വെച്ചിട്ട് 1 വർഷമായിരുന്നു. അതിന് മുമ്പ് എടുത്ത പ്ലാൻ ആയതുകൊണ്ട്, വരച്ച പ്ലാൻ ആയതുകൊണ്ട് എനിക്ക് തോന്നി കുറച്ച് മോഡേണായിട്ട് വീട് പണിതാൽ എന്താ കുഴപ്പം. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു, നമുക്ക് കുറച്ച് മോഡേണായിട്ട് വീട് പണിയാം, പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞ് അവരുടെ പ്ലാൻ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടോ. അത് ഇപ്പോൾ വരച്ച പ്ലാനും അല്ലായിരുന്നു. അപ്പോൾ പെർമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് ബിൽഡിങ് പണിയാനായിട്ടുള്ള പെർമിറ്റ് എടുക്കുക, പുതിയ പ്ലാൻ വരയ്ക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ കോതമംഗലം അടുത്താണ്. ഇതൊക്കെ പണിത് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അതായത് സോഫ ഇടാനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ സോഫ ഇടാൻ പറ്റില്ല. ഇവിടെ ഒരു വിൻഡോ വരണേ. ഇവിടെ രണ്ട് ചെയർ ആയിട്ടുള്ള സോഫയില്ലേ, അതിടാം. വലിയൊരു ലോങ് ആയിട്ടുള്ള സോഫ ഇടാൻ ഇവിടെ സ്ഥലമില്ല. അവരോട് പറയേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത്, ഒന്ന് വാഷിംഗ് ഏരിയ വേണം, TV യൂണിറ്റ് വേണം, ലിവിങ്ങിൽ ഇരിക്കാനായിട്ടുള്ള സോഫ ഇടാനുള്ള സ്പേസ്, ബാത്റൂം വേണം, പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സ്പേസ് വേണം. നമ്മൾ പുതിയ വീട് വരുമ്പോൾ ഒരു പുതിയ മെത്തേഡിലല്ല അത് പറഞ്ഞത്. പിടിയോ? അങ്ങനെ ഈ പ്ലാനൊക്കെ മാറ്റി വരപ്പിക്കാന്ന് അവർ എന്നോട് പറഞ്ഞു കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു വീടിന് സ്ഥാനം കാണുകയും ചെയ്യാം. കോതമംഗലം നഴ്സിംഗ് സ്കൂളിലെ പ്രിൻസിപ്പളാണ് കേട്ടോ ഈ ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ഇത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വീട് പണിയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ എല്ലാവരും നിന്നോ, എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കുറ്റിയെ പിടിച്ചിട്ട് അവിടെ വെച്ചോ, ചേട്ടൻ അടിച്ചോ കേട്ടോ. ഓക്കെ. അങ്ങനെ വീടിന് ഇവിടെ സ്ഥാനം കണ്ടു കേട്ടോ. ഇവിടെ ഒരു കുറ്റി അടിച്ച് കറക്റ്റായിട്ട് പറഞ്ഞും കൊടുത്തു ഇവിടെ എന്തൊക്കെ വരണം, ഏതൊക്കെ രീതിയിലാണ് വീട് പണിയേണ്ടത് എന്നുള്ളത്. കാവ് അടുത്തുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. ഇവിടെ ആട്ടിൻകൂട്, പട്ടിക്കൂട്, കോഴിക്കോട്, സെപ്റ്റി ടാങ്ക്, അലക്കല്, ഇതൊക്കെ എവിടെ വരാം, എവിടെയൊക്കെ വരാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞു. വീടിന്റെ പുതിയ പ്ലാൻ വരയ്ക്കുമ്പോൾ എനിക്ക് അയച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.